പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരേപോലെ മീൻ വറുത്തെന്നും കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് മീൻ വറുക്കാം. അതിന് ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 8 ചെറിയുള്ളി വച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 2-3 ഒഴിക്കാം, ഇവിടെ മീനിനനുസരിച്ച്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇതിനകത്തേക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചേർക്കാം. അതിനകത്തേക്ക് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, നന്നായിട്ട് ഇളക്കി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം പോകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി ചൂടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ അയലമീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനും നല്ല. ഞാൻ ഇന്നാളുണ്ടാക്കിയത് മത്തിയായിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു. പച്ചമണമൊക്കെ മാറി ഇത് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം പാളംപുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പാളംപുളി ഇതിനകത്ത് ചേർക്കും. 2 ടീസ്പൂൺ. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മീൻ ചേർക്കണം. ഇനി ഇത് സിമ്മിലിട്ട് അടച്ചു വച്ച് വേവിക്കും. ഞാൻ മറച്ചിട്ടു. ഇനി ഒന്നും കൂടെ വേകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് ഇത്തിരി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം. അതല്ല ശരിക്കും ഫ്രൈ ആവണമെങ്കിൽ കുറച്ച് നേരം കൂടെ വച്ചിരുന്നാൽ മതി. ഫ്രൈ ആയിട്ട് എടുക്കാം. ഞാൻ 2 പുറം മറച്ചൊക്കെ ഇട്ടു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി നന്നായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചാറൊക്കെ കുറുകിയിരിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അടിപൊളി മീൻ പൊരിച്ചത് റെഡിയായി.
അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ആ പുളി ചേർത്തത് കൊണ്ട് ഗ്രേവി കൂട്ടി ചോറ് കഴിക്കാനൊക്കെ നല്ലതാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അയല മാത്രമല്ല, എല്ലാ മീനും ഇതുപോലെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.